നമ്മൾ ഈ പൊങ്കാലയുടെ ഭക്തി നിർഭരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വിട്ടുപോവാൻ പാടില്ലാത്ത ഒരു കാഴ്ചയുണ്ട്. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ച് സ്ത്രീകൾ പൊങ്കാലയിടും. ആശാ വർക്കർമാർ നാളെ സമര പൊങ്കാലയിടാനുള്ള തയ്യാറെടുപ്പിലാണ് ആശാ വർക്കർമാരെല്ലാം. പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ വെറും പൊങ്കാലയല്ല, സമര പൊങ്കാലയാണ്. സമരക്കാർക്കൊപ്പം അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ, നമ്മൾ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തു നിന്നും കിഴക്കേക്കോട്ടയുടെ അടുത്തു നിന്നുമെല്ലാം ഈ പൊങ്കാല ഇടാനുള്ള സ്ത്രീകളെ കുറിച്ച്, ആ പൊങ്കാലയുടെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് സ്ത്രീകൾ അവർ പൊങ്കാലയിടും. പക്ഷെ അത് സമര പൊങ്കാലയാണല്ലേ. അപ്പോൾ അവരും അടുപ്പ് തയ്യാറാക്കിയോ, കലങ്ങളെല്ലാം റെഡിയാക്കിയോ, അരി മറ്റ് സാധനങ്ങളെല്ലാം എങ്ങനെ, അവരുടെ സജ്ജീകരണങ്ങൾ എന്താണ്? ഈ പൊങ്കാലയെക്കുറിച്ച് കൂടി നമുക്കറിയണം അരുൺ. റോഷ്നി, എക്കാലവും പോലെ തന്നെ ഇത്തവണയും സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് സമരപ്പൊങ്കാല ഉണ്ട്. അത് ഇത്തവണ ആശാ വർക്കർമാരാണ് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമാകുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ വളപ്പിൽ അവർ സമരത്തിലാണ്. ആ സമരത്തിന് യാതൊരുവിധ ചർച്ചകളിലും അനുകൂലമായിട്ടുള്ളൊരു സമീപനം സർക്കാർ സ്വീകരിക്കാതെ വന്നപ്പോഴാണ് രണ്ടാം ഘട്ടത്തിന്റെ ഒരു സമരത്തിന്റെ വഴിമാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ ഇപ്പോൾ തലസ്ഥാനം ആറ്റുകാൽ പൊങ്കാലയുടെ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളിലേക്കും ഒരുങ്ങിയിരിക്കുകയാണ്. ഈ മണിക്കൂറുകളിൽ നമ്മുടെ ആശാപ്രവർത്തകരും ആ തലത്തിലേക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങളിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ പൊങ്കാല അടുപ്പുകൾ കൂട്ടുമ്പോൾ അതിന് നേരത്തെ തന്നെ ഈ സ്ഥലം ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരുക്കങ്ങളിലാണ് നമ്മുടെ പ്രവർത്തകരെല്ലാം. ചേച്ചി, എത്ര അടുപ്പുകളാണ് ഇവിടെ കൂട്ടുന്നത് നാളെ? 300-ന് പുറത്ത് ഞങ്ങൾ പാലക്കാട് നിന്നുള്ള ഒരു ബാച്ച് ഇതാ വന്നിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം, അതുപോലെ കോട്ടയത്തു നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ മുതൽ അങ്ങറ്റം വരെ ഞങ്ങളൊരു 300 പൊങ്കാലയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇടുമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകർ എത്തുന്നുണ്ട് നാളെ? ഉണ്ട്, തീർച്ചയായിട്ടും. ഏറെ സന്തോഷത്തിലാണോ ചേച്ചി? വളരെ സന്തോഷമാണ്. സമരത്തിന്റെ ചൂടിലാണ്. അപ്പോൾ ആറ്റുകാൽ അമ്മയെ പ്രകീർത്തിക്കാനായിട്ട് പൊങ്കാല ഇടുമ്പോൾ നാളത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന സർക്കാർ കനിയണമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും. ഒരുക്കങ്ങളാണ് പ്രധാനമായും ചെയ്തിട്ടുള്ളത് നിലവിൽ ഞങ്ങൾ പൊങ്കാലയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത്? ഞങ്ങളിപ്പം അടുപ്പ് വെച്ചിട്ടുണ്ട്. അടുത്തതിന് മൺകലം വാങ്ങണം, പിന്നെ മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം. ഇതൊക്കെ എങ്ങനെയാണ്? കലങ്ങളൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണോ, അല്ല കൊണ്ടുവരികയാണോ? അല്ല, കൊണ്ടുവരുന്നവരും ഉണ്ട്, അല്ലാതെ ഇവിടെ നിന്ന് വാങ്ങുന്നവരും ഉണ്ട്. റോഷ്നി, പ്രധാനമായിട്ടും ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നമ്മൾ കണ്ടുവരുന്നത്, ഇപ്പോൾ സാധാരണഗതിയിൽ അടുപ്പ് ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് അടുപ്പ് കത്തിക്കാനുള്ള മാർഗങ്ങളാണ്. പ്രധാനമായും ചൂട്ടും കൊതുമ്പും ഒക്കെയാണ്. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്നും കാണുന്നത്. എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർണ്ണമാക്കിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ചാക്കുകളിലൊക്കെ ആയിട്ട് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ തന്നെ അവരുടെ വീട്ടിലുള്ളവരൊക്കെ ഈ കൊതുമ്പും ചൂട്ടും ഒക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം നമ്മുടെ പൂവാറ് പഴയ ഉച്ചക്കടകളുള്ള സ്വദേശിയായിട്ടുള്ള വിജയകുമാരി ചേച്ചിയുണ്ട്. ചേച്ചി, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടാമെന്നൊരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ചേച്ചി, പാടാൻ ഓക്കെ ആണോ? ഇത്രയും നാള് സമരവുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെയാണ് പാടിയത്. അപ്പോൾ നാളെ പൊങ്കാലയാണല്ലോ, അപ്പൊ ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നുണ്ടോ ഇന്നും? അല്ല, സമരവുമായി ബന്ധപ്പെട്ടാണോ? ഏതായാലും മതി. ശരി, പാടാം. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ, നിന്റെ വാലയവാതിൽ തേടി വരുന്നു ഞാൻ. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ, നിന്റെ വാലയവാതിൽ തേടി വരുന്നു ഞാൻ. അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിൽ കണ്ടില്ല. ആശ്രമവനത്തിലും അന്തപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി. നാളെ ഇപ്പൊ ഇവിടെ 300ഓളം അടുപ്പുകൾ കൂട്ടുന്നു, പൊങ്കാല ഇടുന്നുണ്ട്. ചേച്ചി, പൊങ്കാല ഇടുന്നുണ്ടോ? ഇതിൽ പങ്കാളിയാകുന്നു നാളെയും? പങ്കാളിയാവുന്നു. എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു സന്തോഷമൊക്കെ ഉണ്ടോ? പിന്നെ
ഓക്കെ അരുൺ, എന്തായാലും ദിവസങ്ങളോളം അവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരാണ്. ആ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഒരു മാസം തന്നെ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ചിരിക്കാനും ഒരു പാട്ട് പാടാനും കഴിയുന്നു എന്ന് തന്നെ അത് കാണുമ്പോൾ തന്നെ ഏറെ സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും നാളെ തലസ്ഥാന നഗരിയിൽ പലയിടങ്ങളിലായി ഭക്തിസാന്ദ്രമായി പൊങ്കാലകൾ തിളച്ചുമറിയുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ കുറേ കലങ്ങൾ തിളച്ചുമറിയും. അതിൽ ഭക്തിക്കൊപ്പം സമരമുണ്ടാവും, പ്രതിഷേധമുണ്ടാവും.